വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടുത്ത ദിവസം തന്നെ രാജ്യത്തിന് തുറന്നു നൽകുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തുറമുഖം സന്ദർശിക്കുകയുണ്ടായി. അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയും സഹ മന്ത്രിമാരും കൂടി ആ പോർട്ട് സന്ദർശിക്കുകയും ഓഫീസ് സന്ദർശിക്കുകയും ചെയ്തു. ഈ സന്ദർശന വേളയിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാര്യ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും മകളുടെ മകനും ഉണ്ടായിരുന്നു. ഈ അധികാരികളുമായിട്ട് ഒരു ചർച്ച നടത്തി. ഈ ഓഫീസിൽ മുഖ്യമന്ത്രി നടത്തിയ ഈ ചർച്ചയിൽ അതിന് ഒരു ചിത്രം കൂടി ഉണ്ട്. ആ ചിത്രം കൂടി ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിൽ, അതായത് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് മുമ്പ് ഓഫീസിലെത്തിയ മുഖ്യമന്ത്രിയും തുറമുഖ വകുപ്പ് മന്ത്രിയും മറ്റു മന്ത്രിമാരും വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തുന്ന ഔദ്യോഗിക ചർച്ചയുടെ ചിത്രം. ആ ചിത്രത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും കൊച്ചുമകനും ഉണ്ടായിരുന്നത്. സത്യത്തിൽ ഇതെന്താ, രാജഭരണമാണോ? പണ്ടൊക്കെ രാജഭരണ കാലത്ത് രാജാവിന്റെ കൂടെ രാജാവിന്റെ പത്നിയും രാജാവിന്റെ മക്കളും ചെറുമക്കളും പരിവാരങ്ങളും ഒക്കെ കയറി ചെല്ലുമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇതിപ്പോൾ പിണറായി വിജയന് ഫ്യൂഡൽ മാടമ്പിയെ പോലെയാണ്. പിണറായി വിജയൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും അയാളുടെ ഭാര്യയും മകളും മകളുടെ മകനും, അതായത് ചെറുമകനും ഒക്കെ ഇയാൾക്കൊപ്പം ഉണ്ടാവും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാടമ്പിത്തരമാണ്. അയാളുടെ ഏകാധിപത്യമാണ് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇയാൾക്കൊപ്പം വരുന്ന മറ്റ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഈ ഭാര്യയും മകളെയും മകളുടെ മകനെയൊക്കെ സാഷ്ടാംഗം വണങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നു. CPM മുഴുവനും, CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയും അടക്കം ഈ കാര്യങ്ങളെയൊക്കെ ന്യായീകരിക്കേണ്ട ഗതികേടിലേക്ക് മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ ഈ കൊള്ളയും ഒക്കെ ന്യായീകരിക്കേണ്ട ഗതികേടിലേക്ക് CPMന്റെ ദേശീയ സെക്രട്ടറി മുതൽ ഏറ്റവും താഴെത്തട്ടുള്ള ബ്രാഞ്ച് സെക്രട്ടറി വരെ ആ ഒരു ഗതികേടിലേക്ക് മാറിയിരിക്കുന്നു. CPM എന്ന് പറയുന്ന ഈ പാർട്ടിയെ പിണറായി വിജയൻ അയാളുടെ കക്ഷത്തിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഒരക്ഷരം പോലും ഉരിയാടാനാവാത്ത വെറും മൊണ്ണകളായി CPMൽ ഓരോ അണികളും ഓരോ CPMകാരനും മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച കാണുവാൻ ഇടയുണ്ടായി. അത് മറ്റൊന്നുമല്ല, തൃശൂർ പൂരത്തിന് മുഖ്യമന്ത്രി ക്ഷണിക്കാൻ വന്ന തിരുവമ്പാടി ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ, അവർ വന്നതിൽ ഒരു അംഗം, തിരുവമ്പാടി ദേവസ്വം ബോർഡിലെ ഒരു അംഗം മുഖ്യമന്ത്രിയുടെ സാക്ഷാൽ പിണറായി വിജയന്റെ കാല് തൊട്ട് വന്ദിച്ചു. എന്ത് കോമാളിത്തരമൊക്കെയാണ് ഇയാൾ കാണിക്കുന്നത്? ഒരു ദേവസ്വം ബോർഡിലെ ഒരു ബോർഡ് അംഗമാണ്. അയാള് പിണറായി വിജയന്റെ കാല് തൊട്ട് വന്ദിച്ചു. അയാളുടെ സ്വന്തം തന്തയുടെ കാല് തൊട്ട് വന്നിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. സ്വന്തം അമ്മയുടെ കാല് തൊട്ട് വണങ്ങി ഒരു അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. അങ്ങനെയുള്ള ഒരു APN അയാൾ വന്നിട്ട് പിണറായി വിജയന്റെ കാല് തൊട്ട് വന്നിച്ചു. അയാളെയൊക്കെ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളാക്കി വെച്ചവരെ വേണം തല്ലാൻ. ഈ പിണറായി വിജയനൊക്കെ ആയിരിക്കും വെച്ചേക്കുന്നത്. അതുകൊണ്ട് നാളെ ഇയാള് തിരുവമ്പാടി ദേവസ്വം ബോർഡിലെ ഈ അംഗം പിണറായി വിജയന്റെ കാല് ചിലപ്പം കഴുകി കൊടുക്കും. പിണറായി വിജയന്റെ കാല് കഴുകിയ വെള്ളം ചിലപ്പം കുടിച്ചെന്നിരിക്കും. പിണറായി വിജയന്റെ ചെരുപ്പ് കഴുകി കൊടുക്കും. വേണ്ടി വന്നാൽ ഉടുതുണി വരെ കഴുകി കൊടുക്കും ഈ ദേവസ്വം ബോർഡ് അംഗം. ദേവസ്വം ബോർഡ് അംഗം എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു നിലയും വിലയൊക്കെ ഉള്ളതാ. ഇത് പിണറായി വിജയന്റെ കാല് പിടിക്കുന്നതിലൂടെ ആ വില അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്. ഇതിലും ഭേദം പിണറായി വിജയന്റെ കാല് നക്കലായിരുന്നു ദേവസ്വം ബോർഡ് അംഗമേ. ഇതൊക്കെ കണ്ടു കേട്ട് വന്ന പിണറായി വിജയന് തോന്നിക്കാണും, ഞാനൊരു മാടമ്പിയാണ്, ഞാനൊരു രാജാവാണ്, രാജവാഴ്ചയാണ്, എന്റെ വാഴ്ച കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഭാര്യയും എന്റെ മകളും എന്റെ മകളുടെ മകനും ഒക്കെ സർക്കാരിന്റെ ഏത് കാര്യങ്ങളിൽ ഇടപെടാം, അവർക്ക് എവിടെയും ചെല്ലാം. അവരുടെ കാല് വണങ്ങി വേണം മറ്റു ഉദ്യോഗസ്ഥരും മന്ത്രിമാരും MLA-മാരും ഒക്കെ നിൽക്കാൻ. MLA-മാർ എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തെ MLA-മാരാ, പ്രതിപക്ഷത്തെ MLA-മാർ ആ പണിക്ക് നിൽക്കത്തില്ല. ഇയാളുടെ കാലും ഇയാളുടെ ഒക്കെ പിടിക്കാൻ ഭരണപക്ഷത്തെ MLA-മാർക്കല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ നിലയും വിലയും കളഞ്ഞു കുളിച്ച ഈ പിണറായി വിജയൻ
നമ്മുടെ മലയാളികൾക്ക് തന്നെ അപമാനമാണ്. ഇയാളൊരു കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് വരെ നമുക്ക് സംശയം തോന്നിപ്പോ. കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഈ പിണറായി വിജയൻ നമ്മുടെ സംസ്ഥാനത്തിന് അപമാനമാണ്. കമ്മ്യൂണിസ്റ്റ് അല്ല, മുൻ കമ്മ്യൂണിസ്റ്റ്. പണ്ട് ഇയാള് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ഇന്ന് ഇയാള് കമ്മ്യൂണിസ്റ്റ് അല്ല. ഇന്ന് കമ്മികളെ ചെയ്യുന്ന ഇഷ്ടാണ്. അതാണ് പിണറായി വിജയൻ.